ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് മേജർ അപ്രോച്ചസ് ടു എക്കണോമിക് ഡെവലപ്മെൻറ്റ്. എക്കണോമിക് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സമീപനങ്ങൾ, അപ്രോച്ചസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതിൽ ഏകദേശം ഒരു 5 കൺസെപ്റ്റുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ വരുന്ന ആദ്യത്തെ അപ്രോച്ചാണ് ദ വേൾഡ് ബാങ്ക് അപ്രോച്ച്. വേൾഡ് ബാങ്കിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് നോക്കാം. According to the World Development Report 2025, around 14 to 16% of the world population lives in countries which are classified as high income developed countries. അതായത് 2025 വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യയിൽ 14% മുതൽ 16% വരെയുള്ള ആളുകൾ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഹൈ ഇൻകം ഡെവലപ്ഡ് കൺട്രീസിലാണ്, ഉയർന്ന വരുമാനമുള്ള വികസിത രാജ്യങ്ങളിലാണ്. And 84 to 86% of the world population lives in countries which are in the category of low income and middle income developing economies. ബാക്കി വരുന്ന 84% മുതൽ 86% വരെയുള്ള ആളുകൾ ജീവിക്കുന്നത് ഒന്നെങ്കിൽ ലോ ഇൻകം ഗ്രൂപ്പിലാണ്, അതല്ലെങ്കിൽ എന്താണ് മിഡിൽ ഇൻകം ഡെവലപ്പിംഗ് ഇക്കോണമീസിലാണ്. സോ ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് the World Bank advocated economic growth as the goal of economic development. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ വേൾഡ് ബാങ്ക് എന്താ പറയുന്നത്? എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഗോൾ എന്തായിരിക്കണം? എക്കണോമിക് ഗ്രോത്ത് ആയിരിക്കണം. സാമ്പത്തിക വികസനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ച ആയിരിക്കണം. It asserted the challenges of development is to improve the quality of life. അപ്പോൾ അവർ കണ്ടെത്തിയ കാര്യം എന്താണ്? ഡെവലപ്മെൻറ്റിനുള്ള ഒരു ചാലഞ്ച് അല്ലെങ്കിൽ ആ ഒരു വെല്ലുവിളി എന്താണ്? ക്വാളിറ്റി ഓഫ് ലൈഫ് മെച്ചപ്പെടുത്തുക, നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ഡെവലപ്മെൻറ്റ് മസ്റ്റ് ബി കൺസീവ്ഡ് ആസ് എ മൾട്ടി ഡയമെൻഷണൽ പ്രോസസ്സ്. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു മൾട്ടി ഡയമെൻഷണൽ പ്രോസസ്സ് ആയിരിക്കണം, ബഹുമുഖ പ്രക്രിയ ആയിരിക്കണം. ഇൻവേർഡ് എന്തൊക്കെ മാറ്റങ്ങളാണ് വരേണ്ടത്? സോഷ്യൽ സ്ട്രക്ചറിൽ മാറ്റം വരണം, സാമൂഹികമായ ഘടനയിൽ മാറ്റം വരണം, പോപ്പുലർ ആറ്റിറ്റ്യൂഡ്സ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്സിൽ മാറ്റം വരണം, അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാറ്റം വരണം. ദെൻ ബെറ്റർ എഡ്യൂക്കേഷൻ, ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ലെസ് പോവർട്ടി, എ ക്ലീനർ എൻവിറോൺമെൻറ്റ്, more equality of opportunity, greater individual freedom and a richer cultural life are the most promising reflections of development. ഇനി ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ആ രാജ്യത്തിൽ നമുക്കത് എവിടെയൊക്കെയാണ് കാണാൻ കഴിയുക? ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ റിഫ്ലക്ഷൻസ് എവിടെയൊക്കെ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ എന്താണ്? ബെറ്റർ എഡ്യൂക്കേഷൻ, നല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും. ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, വളരെ ഉയർന്ന ആരോഗ്യ സംവിധാനങ്ങളും അതുപോലെ തന്നെ പോഷകാഹാര ലഭ്യതയും ഉണ്ടായിരിക്കണം. പോവർട്ടി കുറവായിരിക്കും. ദെൻ ക്ലീനർ എൻവിറോൺമെൻറ്റ്, വളരെ ശുദ്ധമായ ഒരു പരിസ്ഥിതി ഉണ്ടായിരിക്കും. മോർ ഈക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളിൽ സമത്വം കാണാൻ കഴിയും. ഗ്രേറ്റർ ഇൻഡിവിജ്വൽ ഫ്രീഡം, വ്യക്തികൾക്ക് എന്താണ്? വ്യക്തിഗത ഫ്രീഡം കൂടുതലായിരിക്കും. റിച്ചർ കൾച്ചറൽ ലൈഫ്, സാംസ്കാരികമായ ജീവിതം വളരെ മികച്ചതായിരിക്കും. ഇതൊക്കെയാണ് ഡെവലപ്മെൻറ്റിനോടൊപ്പം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള അപ്രോച്ചിനെയാണ് എന്ത് പറയുന്നത്? വേൾഡ് ബാങ്ക് അപ്രോച്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കൺസെപ്റ്റാണ് ഡ്യൂഡ്ലി സീർസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ 3 ക്വസ്റ്റ്യൻസ്, ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട 3 ക്വസ്റ്റ്യൻസിനെയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഡ്യൂഡ്ലി സീർസ് ഹാസ് റൈസ്ഡ് സം ബേസിക് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ കൺട്രീസ് ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 3 ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഒന്നാമത്തത്, വാട്ട് ഹാസ് ബീൻ ഹാപ്പനിങ് ടു പോവർട്ടി, എന്താണ് ദാരിദ്ര്യത്തിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? രണ്ടാമത്തെ എന്താണ്? വാട്ട് ഹാസ് ബീൻ ഹാപ്പനിങ് ടു അൺഎംപ്ലോയ്മെൻറ്റ്, എന്താണ് തൊഴിലില്ലായ്മ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? മൂന്നാമത്തത്, വാട്ട് ഹാസ് ബീൻ ഹാപ്പനിങ് ടു ഇൻഇക്വാളിറ്റി, അസമത്വത്തിന് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഇഫ് ഓൾ ദീസ് ഹാവ് ഡിക്ലൈൻഡ് ഫ്രം ഹയർ ലെവൽസ് അൺഡൗട്ടബിളി ദിസ് ഹാസ് ബീൻ എ പീരീഡ് ഓഫ് ഡെവലപ്മെൻറ്റ് ഫോർ എ കൺട്രി കൺസേൺഡ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഒരു ഉയർന്ന ലെവലിൽ നിന്ന് താഴേക്ക് വരികയാണെങ്കിൽ നമുക്കതിനെന്ത് പറയാം? ആ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റും. If 1 or 2 of these problems have been growing worse, it would be strange to call the result development even if per capita income doubled. അപ്പോൾ ഇതിലുള്ള ഒന്നോ രണ്ടോ പ്രോബ്ലംസ് ഉയർന്നിരിക്കുന്ന സമയത്ത്, ആ സമയത്തും ചിലപ്പോൾ എന്ത് പറയാറുണ്ട്? ഡെവലപ്മെൻറ്റ് എന്ന് പറയാറുണ്ട്. കാരണം അവിടെ ഇൻകം ചിലപ്പോൾ എന്തായിരിക്കും? പെർ ക്യാപിറ്റ ഇൻകം ഡബിൾ ആയിരിക്കും. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ ഒരു സിറ്റുവേഷനെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതിന് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് അദ്ദേഹം പരിഗണിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ അപ്രോച്ചാണ്
ഗോലറ്റ്സ് കോർ വാല്യൂ ഓഫ് ഡെവലപ്മെൻറ്റ്. ഗോലറ്റ്സിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കോർ വാല്യൂസ് എന്തൊക്കെയാണ്? അപ്പോൾ അദ്ദേഹം അതിൽ 3 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യമാണ് സസ്റ്റനൻസ്. സസ്റ്റനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എബിലിറ്റി ടു മീറ്റ് ദ ബേസിക് നീഡ്സ് ഓഫ് ഫുഡ്, ഷെൽട്ടർ, ഹെൽത്ത് ആൻഡ് പ്രൊട്ടക്ഷൻ. അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം, സംരക്ഷണം എന്നിവ നേടിയെടുക്കാനുള്ള കഴിവിനെയാണ് സസ്റ്റനൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് സെൽഫ് എസ്റ്റീം. എ സെൻസ് ഓഫ് വർത്ത് ആൻഡ് സെൽഫ് റെസ്പെക്റ്റ് ഓഫ് നോട്ട് ബീയിങ് യൂസ്ഡ് ആസ് എ ടൂൾ ബൈ അതേഴ്സ് ഫോർ ദെയർ ഓൺ നീഡ്സ്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്താണ്? വർത്ത്, മൂല്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ചുമാണ് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യരുത്, മറ്റ് ഒരാൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു ഉപകരണമായിട്ട് മാറാതിരിക്കുക, ഒരു ആത്മാഭിമാനം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. മൂന്നാമത്തെയാണ് ഫ്രീഡം. ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഇമാൻസിപ്പേഷൻ ഫ്രം അലൈനേറ്റിംഗ് മെറ്റീരിയൽ കണ്ടീഷൻസ് ഓഫ് ലൈഫ് ആൻഡ് ഫ്രം സോഷ്യൽ സെർവിറ്റ്യൂഡ്. അപ്പോൾ ഇവിടെ ഫ്രീഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന് നമ്മൾ ആദ്യം പഠിക്കേണ്ട ടേമാണ് എന്താണ്? അലൈനേറ്റിംഗ് മെറ്റീരിയൽ കണ്ടീഷൻസ് ഓഫ് ലൈഫ്. ഒരു വ്യക്തിയുടെ ജോലി, വരുമാനം, ദാരിദ്ര്യം, തൊഴിൽ സാഹചര്യങ്ങൾ, ജീവിത നിലവാരം എന്നിവ കാരണം അയാൾക്ക് സ്വന്തം ജീവിതത്തോടോ ജോലിയോടോ സമൂഹത്തോടോ അകൽച്ച അനുഭവപ്പെടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അലൈനേറ്റിംഗ് മെറ്റീരിയൽ കണ്ടീഷൻസ് ഓഫ് ലൈഫ്. അപ്പോൾ ഇതിൽ നിന്നുള്ള മോചനത്തെയാണ് ഫ്രീഡം എന്ന് പറയുന്നത്. ഈ മാനിസിപ്പേഷൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? മോചനം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നുള്ള മോചനത്തിനെയാണ് ഫ്രീഡം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ സെർവിറ്റ്യൂഡിൽ നിന്നുള്ള മോചനം കൂടിയാണ് ഫ്രീഡം. സാമൂഹിക അടിമത്വം, അതിൽ നിന്നുള്ള മോചനത്തെയും ഫ്രീഡം എന്നാണ് പറയുന്നത്. നാലാമത്തെ അപ്രോച്ചാണ് ടൊഡാറോസ് അപ്രോച്ച്. According to Michael P. Torado, development must be conceived as a multi-dimensional process involving major changes in social structure, popular attitude, and national institution, as well as the acceleration of economic growth, the reduction of inequality, and the eradication of absolute poverty. അപ്പോൾ ഈ മൈക്കിൾ ടൊറാഡോയുടെ അഭിപ്രായത്തിൽ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു മൾട്ടി ഡയമെൻഷണൽ പ്രോസസ്സാണ്, ബഹുമുഖ പ്രക്രിയയാണ്. അതിൽ സാമൂഹികമായ ഘടനയിൽ മാറ്റം വരും, സോഷ്യൽ സ്ട്രക്ചറിൽ മാറ്റം വരും, പോപ്പുലർ ആറ്റിറ്റ്യൂഡ്സിൽ മാറ്റം വരും, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാറ്റം വരും. അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്തിനെ ത്വരിതപ്പെടുത്തും, ഇൻഇക്വാളിറ്റി കുറയും, പോവർട്ടി ഇല്ലാതാക്കാം. Then development in all societies must have at least the following 3 objectives. അപ്പോൾ ഏതൊരു സമൂഹത്തിൻ്റെയും ഡെവലപ്മെൻറ്റിന് താഴെ പറയുന്ന 3 ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ടു ഇൻക്രീസ് ദ അവൈലബിലിറ്റി ആൻഡ് ടു വൈഡൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബേസിക് ലൈഫ് സസ്റ്റെയിനിങ് ഗുഡ്സ് സച്ച് ആസ് ഫുഡ്, ഷെൽട്ടർ, ഹെൽത്ത് ആൻഡ് പ്രൊട്ടക്ഷൻ. അപ്പോൾ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ അടിസ്ഥാന ആവശ്യങ്ങളാണ് എന്തൊക്കെ? ഫുഡ്, ഷെൽട്ടർ, ഹെൽത്ത്, പ്രൊട്ടക്ഷൻ. അതായത് ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം, സംരക്ഷണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ വിതരണത്തിനെ വൈഡൻ ചെയ്യുക. അത് എന്താണ്? കൂടുതലായിരിക്കണം. അതുപോലെ തന്നെ ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യണം. അതായിരിക്കണം ഡെവലപ്മെൻറ്റിൻ്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത് വരുന്നത് ടു റൈസ് ദ ലെവൽ ഓഫ് ലിവിങ് ഇൻക്ലൂഡിങ് ഇൻ അഡീഷൻ ടു ഹയർ ഇൻകം ദ പ്രൊവിഷൻ ഓഫ് മോർ ജോബ്സ്, ബെറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് ഗ്രേറ്റർ അറ്റൻഷൻ ടു കൾച്ചറൽ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്. അതുപോലെ ലിവിങ് സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കണം, നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തണം. അതിലെന്താ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ഹയർ ഇൻകം എന്നുള്ള കൺസെപ്റ്റ് എന്തായാലും ഉണ്ടായിരിക്കും. അതിൻ്റെ ഒപ്പം ഏതുകൂടി വേണം? കൂടുതൽ ജോലിക്കുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കണം, നല്ല വിദ്യാഭ്യാസം ലഭിക്കണം, സാംസ്കാരികവും മാനുഷികമായ മൂല്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കണം. All of which will serve not only to enhance the material well-being but also to generate individual and national esteem. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്? നമ്മുടെ ഭൗതികമായ സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല, വ്യക്തികളുടെയും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെയും സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ആത്മാഭിമാനം ജനറേറ്റ് ചെയ്യാൻ കൂടിയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഡെവലപ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. മൂന്നാമത്തത് ടു എക്സ്പാൻഡ് ദ റേഞ്ച് ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ചോയ്സസ് അവൈലബിൾ ടു ഇൻഡിവിജ്വൽസ് ആൻഡ് നേഷൻസ്. വ്യക്തികൾക്കും രാജ്യങ്ങൾക്കും ലഭ്യമായിട്ടുള്ള സാമ്പത്തികവും സാമൂഹികവുമായ ചോയ്സിൻ്റെ റേഞ്ച് വർദ്ധിപ്പിക്കണം. ആ ഒരു സാഹചര്യങ്ങൾ സാമ്പത്തികവും സാമൂഹികവുമായി തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു വ്യാപ്തി കൂടുതലായിരിക്കണം. ബൈ ഫ്രീയിങ് ദം ഫ്രം സെർവിറ്റ്യൂഡ് ആൻഡ് ഡിപ്പെൻഡൻസ്. അതെങ്ങനെ സാധിക്കുന്നത്? സെർവിറ്റ്യൂഡ് അടിമത്വം എന്ന് പറയും, അതുപോലെ തന്നെ ഡിപ്പെൻഡൻസ് ആശ്രയത്വം, അതിൽ നിന്ന് അവരെ മോചിപ്പിക്കണം. നോട്ട് ഓൺലി ഇൻ റിലേഷൻ ടു അതർ പീപ്പിൾ ആൻഡ് നേഷൻ സ്റ്റേറ്റ്സ്. അതെന്തല്ല, മറ്റ് വ്യക്തികളിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മാറ്റമല്ല, ബട്ട് ആൾസോ ദ ഫോഴ്സസ് ഓഫ് ഇഗ്നോറൻസ് ആൻഡ് ഹ്യൂമൻ മിസറി. ഇഗ്നോറൻസിൽ നിന്നും ഹ്യൂമൻ മിസറിയിൽ നിന്നും കൂടി എന്ത് ചെയ്യണം? അവരെ മോചിപ്പിക്കണം. അതിനെയാണ് മൂന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടൊഡാറോസ് അപ്രോച്ചിൽ പഠിക്കാനുള്ളത്.
അടുത്തത് ഈ ഭാഗത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് സെൻസ് ക്യാപ്പബിലിറ്റി അപ്രോച്ച്. ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അമർത്യ സെന്നുമായി ബന്ധപ്പെട്ടതാണ്. അമർത്യ സെൻ വ്യൂഡ് ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം ഓഫ് ചോയ്സ്. അദ്ദേഹം എന്താണ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്? ഫ്രീഡം ഓഫ് ചോയ്സ്, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഹി ഡിഫൈൻഡ് ഡെവലപ്മെന്റ് ഇൻ ടേംസ് ഓഫ് എക്സ്പാൻഷൻ ഓഫ് എൻടൈറ്റിൽമെന്റ്സ് ആൻഡ് ക്യാപ്പബിലിറ്റീസ്. അപ്പോൾ ഇവിടെ 2 ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് എൻടൈറ്റിൽമെന്റ്, രണ്ടാമത്തത് ക്യാപ്പബിലിറ്റീസ്. അപ്പോൾ ഇതിലൊക്കെ ഉണ്ടാകുന്ന വർധനവിനെയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ദ ഫോർമർ ഗിവിംഗ് സസ്റ്റനൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം. അതായത് എൻടൈറ്റിൽമെന്റ് എന്ന് പറയുന്നത് സസ്റ്റനൻസും അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീമിനെയാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ലേറ്റർ ഗിവിംഗ് ഫ്രീഡം. ക്യാപ്പബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തിനെ സൂചിപ്പിക്കുന്നത്? ഫ്രീഡത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. Sen explains entitlement as the set of alternative commodity bundles that a person can command in a society using the totality of rights and obligations that he or she faces. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് ഒരുപാട് അവകാശങ്ങളും അതുപോലെ ഒരുപാട് ഒബ്ലിഗേഷൻസും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ റൈറ്റ്സും ഒബ്ലിഗേഷൻസും ഉപയോഗിച്ചുകൊണ്ട് ഒരു സൊസൈറ്റിയിൽ നിന്ന് ആവശ്യപ്പെടാൻ കഴിയുന്ന സാധനങ്ങളുടെ കൂട്ടത്തെയാണ് എൻടൈറ്റിൽമെന്റ്സ് എന്ന് പറയുന്നത്. എൻടൈറ്റിൽമെന്റ് ജനറേറ്റ് ദ കപ്പാസിറ്റി ടു ഡു സർട്ടൈൻ തിങ്സ്. ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് എവിടുന്ന് ജനറേറ്റ് ചെയ്യാം? എൻടൈറ്റിൽമെന്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യാനായിട്ട് കഴിയും. Then capability refers to alternative combination of functioning from which a person can choose. ഒരു വ്യക്തിക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഫങ്ഷനിങ്ങിൻ്റെ കോമ്പിനേഷൻസിനെയാണ് ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത്. എക്സ്പാൻഷൻ ഇൻ ക്യാപ്പബിലിറ്റീസ് ഇംപ്ലൈസ് ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് നോളജ്, ഹെൽത്ത്, സെൽഫ് റെസ്പെക്ട് ആൻഡ് എബിലിറ്റി ടു പാർട്ടിസിപ്പേറ്റ് ആക്റ്റീവ്ലി ഇൻ കമ്മ്യൂണിറ്റി ലൈഫ്. അപ്പോൾ ഇവിടെ ക്യാപ്പബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്ത് ചെയ്യണം? ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് നോളജ് ഉണ്ടായിരിക്കണം, അല്ലേ? വളരെ ഉയർന്ന തരത്തിൽ അറിവുണ്ടായിരിക്കണം, ആരോഗ്യമുണ്ടായിരിക്കണം, സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം, കമ്മ്യൂണിറ്റി ലൈഫിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം. ഇതിൻ്റെയൊക്കെ എക്സ്പാൻഷനെയാണ് ക്യാപ്പബിലിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സെൻ സ്റ്റേറ്റ്സ് ദാറ്റ് ദ കോർ ഓഫ് ഹ്യൂമൻ വെൽബീയിങ് ഈസ് ഫ്രീഡം ഓഫ് ചോയ്സ്. അപ്പോൾ ഇവിടെ ഹ്യൂമൻ വെൽബീയിങ്ങിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിട്ട് എന്തിനാണ് പറയുന്നത്? ഫ്രീഡം ഓഫ് ചോയ്സിനെയാണ് പറയുന്നത്. ബൈ ദെൻ ഹി വ്യൂസ് ഫ്രീഡം ആസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫ്രീഡം ആയിരിക്കണം. ആൻഡ് ദ പ്രിൻസിപ്പൽ മീൻസ് ഓഫ് അച്ചീവിങ് ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട മാർഗവും എന്തായിരിക്കണം? ഫ്രീഡം ആയിരിക്കണം. ഇനി ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ എന്തെല്ലാം വേണമെന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇറ്റ് റിക്വയേഴ്സ് ദ റിമൂവൽ ഓഫ് മേജർ റിസോഴ്സസ് ഓഫ് അൺഫ്രീഡം. അൺഫ്രീഡത്തിൻ്റെ പ്രധാനപ്പെട്ട ഉറവിടങ്ങളെ റിമൂവ് ചെയ്യുന്നതാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അൺഫ്രീഡത്തിൻ്റെ പ്രധാനപ്പെട്ട ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദ മേജർ സോഴ്സസ് ഓഫ് അൺഫ്രീഡം ഇൻക്ലൂഡ് പോവർട്ടി ആസ് വെൽ എസ് ടൈറണി. ദാരിദ്ര്യവും സ്വേച്ഛാധിപത്യവും, പുവർ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് ആസ് വെൽ എസ് സിസ്റ്റമാറ്റിക് സോഷ്യൽ ഡിപ്രിവേഷൻ. നിലവാരം കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ വളരെ പുവറായിട്ടുള്ള സാമ്പത്തിക അവസരങ്ങളും സിസ്റ്റമാറ്റിക് സോഷ്യൽ ഡിപ്രിവേഷൻ. എന്താണ് സോഷ്യൽ ഡിപ്രിവേഷൻ? സാമൂഹികമായി ഒരു വ്യക്തിയോ സമൂഹമോ അനുഭവിക്കുന്ന അവഗണന. ദെൻ നെഗ്ലെക്റ്റ് ഓഫ് പബ്ലിക് ഫെസിലിറ്റീസ് ആസ് വെൽ എസ് ഇൻടോളറൻസ്. അതായത് പബ്ലിക് ഫെസിലിറ്റീസിൻ്റെ അവഗണന, അതുപോലെ തന്നെ അസഹിഷ്ണുത ഓർ ഓവർ ആക്ടിവിറ്റി ഓഫ് റെപ്രസീവ് സ്റ്റേറ്റ്സ്. റെപ്രസീവ് സ്റ്റേറ്റ്സിൻ്റെ ഓവർ ആക്ടിവിറ്റി. ഫേമിൻ ആൻഡ് അണ്ടർ നറിഷ്മെൻറ്റ്. ക്ഷാമവും പോഷകാഹാരക്കുറവും. പുവർ ഹെൽത്ത് ആൻഡ് ലാക്ക് ഓഫ് ബേസിക് നീഡ്സ്. വളരെ മോശമായ ആരോഗ്യം, അതുപോലെ അടിസ്ഥാന ആവശ്യങ്ങളുടെ ലഭ്യത കുറവ്. ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ ലിബർട്ടി ആൻഡ് ബേസിക് സിവിൽ റൈറ്റ്സ് ആൻഡ് എക്കണോമിക് ഇൻസെക്യൂരിറ്റി. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൻ്റെ അഭാവം, അടിസ്ഥാന അവകാശങ്ങളുടെ അഭാവം, ആൻഡ് എക്കണോമിക് ഇൻസെക്യൂരിറ്റി, സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതമില്ലായ്മ. ഇതൊക്കെയാണ് അൺഫ്രീഡം ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട സോഴ്സസ് എന്ന് പറയുന്നത്. ദെൻ ദ UNDP ഇൻകോർപ്പറേറ്റഡ് സെൻസ് വ്യൂസ് ഇൻ ഇറ്റ്സ് ഫസ്റ്റ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് ഇൻ 1990. 1990 UNDP എന്ത് ചെയ്യുന്നത്? അവരുടെ ആദ്യത്തെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പുറത്തിറക്കുന്നത്. അതിൽ അമർത്യ സെന്നിൻ്റെ ഈ ഒരു ആശയം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മേജർ അപ്രോച്ചസിൽ പഠിക്കാനുള്ളത്. ക്ലാസ് എല്ലാവരും കാണുക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്